ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ, ചെറിയ ചെറിയ ലാത്തി ചാർജ്, ഗ്രനേഡിയർ, ഇങ്ങനെ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലം സെക്രട്ടേറിയറ്റ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ജനറൽ ഹോസ്പിറ്റലിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്. അതൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് റൈറ്റ് ഒരു വഴി, അതിലിങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ ഈ ഹോട്ടൽ. ഈ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ആക്കി വിടും. ഇപ്പം തന്നെ മനസ്സിലായല്ലോ എന്താ സംഭവം എന്ന്. പത്തായം എന്ന് പറഞ്ഞ ഹോട്ടലാണ്, നല്ല പ്രകൃതി ഭക്ഷണശാലയാണിത്. ഇത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസ്, ഹോണ്ട സർവീസ് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഹോട്ടൽ പത്തായം. ഇതൊരു ഡോക്ടറാണ് നടത്തുന്നത്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഡോക്ടറോട് തന്നെ നമുക്ക് ചോദിച്ചറിയാലേ. അങ്ങോട്ട് വാ. നമസ്കാരം ഡോക്ടർ. ഇത് ഡോക്ടർ ഗംഗാധരൻ സാറാണ് നമ്മുടെ പത്തായത്തിൻ്റെ ഓണർ. സാർ, എന്തുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഈ പത്തായം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്, ഇവിടുത്തെ പ്രകൃതിദത്തമായ ഭക്ഷണങ്ങൾ തരുന്ന ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് സാർ? പത്തായം എന്ന് പറഞ്ഞ സംഭവം എന്താണ്? പത്തായം എന്ന് വെച്ചാൽ സ്റ്റോറി. ഈ വയറും ഒരു സ്റ്റോറി തന്നെയല്ലേ? അതെ, എല്ലാ സ്ഥലവും കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം. അപ്പം പത്തായം പഠിപ്പിക്കുന്നത് ഈ ശരിയായ രീതിയിൽ എങ്ങനെ ജീവിക്കാം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ജീവിക്കാൻ അറിയില്ല. ജീവിക്കാനെങ്കിലും പഠിക്കും. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും ഓടുന്നത് എന്തിനു വേണ്ടിയാണ്? അന്നത്തിന് വേണ്ടി ഓടും. അന്നത്തിന് വേണ്ടി ഓടുമ്പോൾ അന്നം കഴിക്കാനെങ്കിലും സമയം വേണം. അന്നത്തിനെ പറ്റിയെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്കിതിൽ എവിടെയും നമ്മൾ പഠിക്കുന്നില്ല, എങ്ങനെ ജീവിക്കാം എന്ന് പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ പാലിനെ പറ്റി എടുക്കുകയാണെങ്കിൽ പാല് സമ്പൂർണ്ണ ആഹാരമാണ്. സമ്പൂർണ്ണ ആഹാരം എന്ന് പഠിപ്പിക്കുന്നു. അല്ല, ആണല്ലോ ഡോക്ടർ, അല്ലേ? പശു വെജിറ്റേറിയൻ ആണോ? അതെ. എങ്ങനെയാ പറയാ വെജിറ്റേറിയൻ? നമ്മുടെ പുല്ലൊക്കെ തിന്ന്. ഏത് പശു നാട്ടിൽ പുല്ല് തിന്നുന്നത്? അല്ല, നാട്ടിൽ പുല്ലുണ്ടോ? പശുവിൻ്റെ ഭക്ഷണം മാറി. പശുവിൻ്റെ ഭക്ഷണം പുല്ലാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കഴിച്ചിട്ടും അത് അതിൻ്റെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. ആ പശുവിൻ്റെ ഭക്ഷണം പുല്ല് തന്നെയാണ്, ഇല്ലേ? പുല്ല് മാത്രം തിന്ന പശുവിന് പാല് കിട്ടുമോ? പശുവിൻ്റെ കുട്ടികളുടെ പാല് മാത്രം കിട്ടും. ഭൂമിയിൽ മനുഷ്യനല്ലാതെ ഒരു ജീവിയും അന്യജീവിയുടെ പാല് കുടിക്കുന്നില്ല. മനുഷ്യൻ എന്ന ജന്തു മാത്രമേ കുടിക്കുന്നു, വേറെ ജീവിയുടെ പാല് കുടിക്കുന്നുള്ളൂ. ശരിയല്ലേ? ശരിയാണ്. പിന്നെ പാലിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പശുവിൻ്റെ ഭക്ഷണം പുല്ല് മാത്രം കൊടുത്താൽ പശുവിന് പാല് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? പശുവിന് കാടിവെള്ളം കൊടുത്ത്, പരുത്തിക്കുരു കൊടുത്ത്, പിണ്ണാക്ക് കൊടുത്ത്, കച്ചി കൊടുത്ത് പശുവിൻ്റെ ഭക്ഷണം മാറ്റി. ഇതൊക്കെ നമ്മുടെ വെജിറ്റേറിയൻ സംഭവങ്ങളല്ല. അതെ, അല്ല, എന്തിന്? പശുവിൻ്റെ ഭക്ഷണം മാറ്റി നമ്മൾ. ഭക്ഷണ രീതി തന്നെ മാറ്റി. എന്തിനു വേണ്ടി? പാലിന് വേണ്ടി. ഇനി അത് പോയി. ഇപ്പം എന്താണ്? കാറ്റൽ ഫീഡ് കൊടുക്കാണ്ട് ഒരു പശുവിനും പാല് കിട്ടില്ല. കാലിത്തീറ്റ. ശരിയല്ലേ? എന്താ കാലിത്തീറ്റിലെ കണ്ടന്റ്? അത് ശ്രദ്ധിച്ചിട്ടില്ല? ഇല്ല, ശ്രദ്ധിച്ചിട്ടില്ല. മത്തിത്തല, ചെമ്മീൻ പൊടി, യൂറിയ, ഓക്സിറ്റോസിൻ, ഇതൊന്നും ഇല്ലാണ്ട് കാലിത്തീറ്റ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്സിറ്റോസിൻ ആ സാധനം നമ്മുടെ ഗർഭാശയ രോഗങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രധാന കാരണം ഓക്സിറ്റോസിൻ മാരകമായിട്ടുള്ള വിഷമാണ്. ഇല്ലേ? ഇതെങ്ങനെ സമ്പൂർണ്ണ ആഹാരമാവുക? ഇനി അതും പോട്ടെ, പിന്നെ ഒരു പശു പ്രസവിച്ചാൽ എത്ര വയസ്സിൽ കുട്ടി പ്രായപൂർത്തിയാവും? 2 വയസ്സിൽ. 2 വയസ്സിൽ പശുവിൻ്റെ പാല് കുടിച്ച് വളരുന്ന കുട്ടി 2 വയസ്സിൽ ഇണ ചേരാനും ഗർഭം ധരിക്കാനും പ്രസവിക്കാനും പക്വതയായി. 2 വയസ്സിൽ. എന്താണ് പാലിൻ്റെ ഘടകങ്ങൾ? ഇതെല്ലാം ഈ 2 വയസ്സിൽ പ്രായപൂർത്തിയാവാനും, ഇല്ലേ? ഏകദേശം എത്ര കിലോ തൂക്കം ഉണ്ടാവും 2 വയസ്സിലെ കുട്ടിക്ക്? 450 അല്ലേ? ഒരു മനുഷ്യൻ പ്രായപൂർത്തി എത്ര വയസ്സിലാണ്? 18 വയസ്സിൽ. 18 വയസ്സാണ് തൂക്കം എത്ര ഉണ്ടാവും? ഏകദേശം 50. അപ്പോൾ എന്താണ് അമ്മയുടെ മുലപ്പാലിൻ്റെ ഘടകങ്ങൾ? എന്താണ് പാലിൻ്റെ ഘടകങ്ങൾ? നല്ല ഡിഫറെൻ്റ് ആണ് എല്ലാം. ഒരു കുട്ടിക്ക് പാല് കൊടുത്താൽ എന്താ ഛർദ്ദിക്കുക? തൈര് ഛർദ്ദിക്കുകയുള്ളൂ. പാലായിട്ട് ഒരിക്കലും ഛർദ്ദിക്കില്ല, ഇല്ലേ? ഇനി ഈ പാല് ശരീരം ദഹിക്കണമെങ്കിൽ റെനിൻ എന്ന ഹോർമോൺ വേണം ശരീരത്തിൽ. ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തെ 6 മാസമേ ആ റെനിൻ എന്ന ഹോർമോൺ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പോയി. മനുഷ്യ ശരീരത്തിൽ പാല് ദഹിക്കില്ല. ഇപ്പോൾ ശ്രീകൃഷ്ണൻ പാല് കുടിച്ചിരുന്നത് നമ്മൾ പാല് കുടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് പാല് കുടിച്ചിരുന്നത്? അറിഞ്ഞു തിരിയാണ് പശുവിൻ്റെ അകിടി പോയിട്ട് പാല് കുടിച്ചിരുന്നത്. ടെൻഷൻ ഫ്രീ കവുന്ന പറയാ. ഇപ്പൊ എല്ലാം മറ്റേ ഇപ്പൊ പശുവിന് ഇപ്പൊ AC സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പശുവിന് AC എല്ലാം. നമ്മുടെ വീട്ടിൽ ഇത്രയും വൃത്തി ഉണ്ടാവില്ല. അപ്പം അത്രയും സൗകര്യം പശുവിന് കൊടുക്കുന്നത്. എന്ത് രോഗങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. രോഗങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ശരിയാണ്. ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ ശരിക്കും എൻ്റെ കൺസെപ്റ്റേ മാറിപ്പോവാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു സിനാരിയോയിൽ തന്നെ. ശരിക്കും ഇപ്പൊ പറഞ്ഞു വരുമ്പോ പാല് പോലും കുടിക്കാൻ പറ്റാത്ത പാല് കുടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ. പാല് എന്തിനാ പാല് കുടിക്കുന്നത്? ശരി, കുടിക്കണ്ട. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ശരിക്കും പറഞ്ഞ പാല് കുടിക്കണ്ട. എന്ത് ഗുണം ശരീരത്തിനുള്ളതെന്ന് ചോദിക്കുന്നത്? ഇപ്പോ പാല് വീട്ടിൽ കയറ്റരുത് ഞാൻ പറയാം.
എന്തപ്പോ പല കാര്യങ്ങളും ഇങ്ങനെ അറിയാറുണ്ട് മനുഷ്യർ ശരിക്കും ജീവിക്കാൻ പഠിക്കണം. അതെ 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 അതാ പറഞ്ഞേ. അപ്പോൾ നമ്മൾ സാമ്പാർ, ഇപ്പോൾ നല്ല ഭക്ഷണത്തിൽപ്പെട്ട സാമ്പാർ, ഇപ്പോൾ നമ്മൾ നല്ല സദ്യക്ക് പോകുന്നു. എന്തിനാണ് നല്ല സദ്യക്ക് പോകുന്നത്? നല്ല ഭക്ഷണം കഴിക്കാൻ, വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ വേണ്ടി. അപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവേണ്ടത്? നല്ല എനർജി ഉണ്ടാവും. ഏത് സദ്യക്ക് വന്ന് ക്ഷീണിക്കാതെ വീട്ടിലേക്ക് വരിക? ഇല്ല, നല്ലൊരു മത്ത് പിടിച്ചാണ് വീട്ടിൽ പോണത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചാൽ ക്ഷീണിക്കുക. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. അപ്പോൾ നല്ല ഭക്ഷണം നമ്മൾ ചോറും ഒരു ചാറെന്ന് പറയുക. ചോറും ഒരു ചാറ് അല്ലേ? ഇപ്പോൾ സാമ്പാർ എടുക്കാം നമുക്ക്. നല്ല ഭക്ഷണത്തിൽപ്പെട്ട സാമ്പാർ എന്തൊക്കെ ചേർക്കും? കായം ചേർക്കും, പുളി ചേർക്കും, പരിപ്പ് ചേർക്കും, വറുത്തരയ്ക്കും, കടുക് പൊട്ടിക്കും, മുളക് പൊടി ചേർക്കും, സാമ്പാർ പൊടി ചേർക്കും. ഹോട്ടലിലാണെങ്കിൽ എല്ലാ അഴുക്കായ പച്ചക്കറി ചേർക്കും. ഇതാണ് നല്ല സാമ്പാർ. സാമ്പാറിനൊക്കെ വല്ല ആവശ്യമുണ്ട് ഇതിൻ്റെ? ഇല്ല. കഷ്ണങ്ങളെ മുറിച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിച്ച് തേങ്ങയും പച്ചമുളക് അരച്ച് ചേർത്ത് ഇറക്കി വെച്ച് അല്പം വെളിച്ചെണ്ണ വെച്ചാൽ ഗംഭീര സാമ്പാറായി. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ടേസ്റ്റി സാമ്പാർ കഴിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്താ കുഴപ്പമെന്നറിയോ? ഇതിന് ലൈഫ് 3 മണിക്കൂറാണ്. ഓ, അത് കഴിഞ്ഞാൽ മോശമായി പോകും. അത് പോയി. മറ്റതില്ല, സാമ്പാർ ടേസ്റ്റ് മറ്റേ കൂടുതൽ പഴകും തോറും ടേസ്റ്റ് കൂടുക ചെയ്യുക. നമ്മൾ ശരിപ്പം മറ്റേ രോഗങ്ങൾ പലതും ഉണ്ട്. രോഗകാരണങ്ങൾ ഒന്നേ ഉള്ളൂ, ഭക്ഷണം തന്നെ. അപ്പോൾ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാനെങ്കിലും പഠിക്കുക. അപ്പോൾ അതാ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നേരായ രീതിയിൽ ശരിയായ രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ ഒപ്പം കഴിക്കേണ്ട സാധനങ്ങൾ വെച്ച് തന്നെ കഴിക്കുക. അതാണ്. ഇപ്പം എന്തായാലും ഇത്ര അധികം സംഭവങ്ങളൊക്കെ ഡോക്ടർ ഈ ചെറിയ സമയത്തിൽ നമുക്ക് പറയുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് പത്തായത്തിന് വേറെ ഏതെങ്കിലും ബ്രാഞ്ചസ് ഉണ്ടോ? പിന്നെ പത്തായത്തിൽ പിന്നെ കോഴിക്കോടാണ് നമ്മൾ തുടങ്ങിയത്. 16 വർഷം മുമ്പ് തുടങ്ങിയത് കോഴിക്കോടാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ. കോഴിക്കോട് അപ്സര തിയേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ ഹോട്ടലുണ്ട്. സിവിൽ സ്റ്റേഷൻ്റെ അകത്ത് 160 പേര് സ്ഥിരം ഭക്ഷണക്കാരുണ്ട്. പിന്നെ എനിക്ക് കുടപ്പനക്കുന്നതിൽ ഒരു ചെറിയ ചികിത്സാലയങ്ങളുണ്ട്. എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്, ഒരു രോഗത്തിനും മരുന്നില്ല. നമ്മൾ എന്താ ജീവിത രീതിയിലൂടെ മാറ്റി ഭക്ഷണം തന്നെ മരുന്ന്. ഭക്ഷണം തന്നെ കാരണം ഭക്ഷണം തന്നെ വരുന്നു. പല സംഭവങ്ങളുണ്ട്. എന്നാലും ഡോക്ടർ നമുക്ക് നമ്മുടെ പാചകമില്ലാത്ത അടുക്കളയിലോട്ട് എന്തായാലും ഇപ്പോൾ അതിനുമ്പോൾ ഡോക്ടറെ ഇതിപ്പോൾ ഞാൻ വന്നപ്പോൾ തൊട്ട് തന്നെ കണ്ടുവച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ ഇത് നെല്ലിക്ക. ഇത് ശരിക്കും നെല്ലിക്ക തേനില് തന്നെ പറഞ്ഞു തരാം. ഇങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ പറയാം, ഭക്ഷണം ഏത് വേണം കഴിക്കും. ഞാൻ ഇറച്ചി അടക്കം ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞു. ഇറച്ചി അടക്കം കഴിക്കാം, നല്ല സ്വീറ്റ്. പക്ഷേ ഇത് നല്ല തേനാണ്, മധുരം ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ പ്രമേഹ രോഗികൾ തേൻ കഴിക്കരുതെന്ന് പറയുന്നു. പ്രമേഹ രോഗികൾ ചക്ക തന്നെയായിരുന്നു പറയുന്നത്. ചക്ക തിന്നാച്ചില്ല. ഞാനിപ്പോൾ ഇതിനിടയ്ക്ക് മറ്റേ ഈ ചക്കയുടെ സമയത്തിൽ ചക്ക കൊടുത്ത് 3 നേരം ചക്ക കൊടുത്തുകൊണ്ട് തന്നെയാണ്, നല്ല വരിക്ക ചക്ക കൊടുത്തുകൊണ്ട് തേൻ ഡയബറ്റിക് മാറുന്നത്. എന്താ ഡയബറ്റിക്കിൻ്റെ കാരണം? ഗ്ലൂക്കോസ് ലെവൽ, പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലേ? അപ്പോൾ എന്തിൻ്റെ കുഴപ്പമാണ്? പാൻക്രിയാസിൻ്റെ കുഴപ്പം. പാൻക്രിയാസിനെ ഡോക്ടർമാർ ചികിത്സിക്കുന്നത് എൻഡോക്രൈനോളജിസ്റ്റ്. പ്രമേഹം മാറ്റി കൊടുക്കുന്ന ഒരു ഡോക്ടർമാരും പറയാൻ പാടില്ല. കൊളസ്ട്രോൾ മാറ്റി കൊടുക്കുന്ന ഡോക്ടർമാരും പറയാൻ പാടില്ല. BP മാറ്റി കൊടുക്കുന്ന ഡോക്ടർമാരും പറയാൻ പാടില്ല. ഇതിനൊന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെ പിന്നെ മാറ്റിത്തരാന്ന് പറയാം? മാറ്റിത്തരാന്ന് പറയുന്നില്ല, വേറെ ഒന്നായിട്ട് മാറ്റിത്തരാന്ന്. ഇതാണ് ഇവിടെ നിന്നാൽ കുറേ സംഭവങ്ങൾ അറിയാം, പക്ഷേ നമുക്ക് ആ 1/2 മണിക്കൂർ ഷോയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് പാചകമില്ലാത്ത അടുക്കളയിലോട്ട് പോകാമല്ലോ ഡോക്ടർ? നമുക്ക് ഇവിടെ തന്നെ പാചകം ചെയ്യാം. ഇവിടെ തന്നെ ചെയ്യാം. നമുക്ക് ഇതിൽ അടുക്കള വേണം, നമുക്ക് ഇവിടെ തന്നെ പാചകം ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. നമുക്ക് പാചകത്തിലോട്ട് കിടക്കാം. അപ്പോൾ തന്നെ ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞു.